കടന്നുപോയ കാലങ്ങളിൽ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ഒരു ദേശത്തിൻ്റെ, അവിടെ ജീവിച്ചിരുന്നവരുടെ സ്ഥാപനത്തിൻ്റെ കഥ കൂടിയാണത്. ചാലക്കുടിയിലെ പ്രകൃതി രമണീയമായ പട്ടണമായിരുന്ന പുത്തുപ്പറമ്പ് ഒരു നൂറ്റാണ്ട് മുൻപ് നാടിൻ്റെ വിദ്യാഭ്യാസ വികസനത്തിന് വിത്തുപാകി കർമ്മനിരതരായവരുടെ അധ്വാന ഫലത്താൽ ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ച് വടവൃക്ഷമായി ഇന്ന് ശതാബ്ദിയോളം എത്തി നിൽക്കുന്നു. അതെ, ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് വിദ്യാലയം ഹരിതാഭമായ പ്രൗഢിയോടെ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. പൗരാണികതകൾ ഉറങ്ങുന്ന ചാലക്കുടിയുടെ മണ്ണിൽ പശ്ചിമഘട്ടത്തിൻ്റെ നീരൊഴുക്കുകളാൽ ആർദ്രമാകുന്ന ഈ സാംസ്കാരിക ഭൂമികയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന തിരുഹൃദയ വിദ്യാലയത്തിൻ്റെ ഇന്നലകളിലേക്ക്. 1924 മലയാള വർഷം 99 മഹാപ്രളയത്തെ ഓർമ്മപ്പെടുത്തുന്ന വർഷം. ചാലക്കുടി പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോസഫ് ഇരുമ്പനച്ചൻ്റെ സ്വപ്നത്തിൽ ഉദയം കൊണ്ടതാണ് ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ. ഭാരത സ്വാതന്ത്ര്യത്തിന് മുൻപ് തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് 1925 ഏപ്രിൽ 24 SH വിദ്യാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നു. 1925 മെയ് 18 അന്നത്തെ കൊച്ചി മഹാരാജാവ് മഹാമഹിമ ശ്രീ രാമവർമ്മ തമ്പുരാൻ വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രഥമ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ അൽബർത്തയായിരുന്നു. അക്ഷരപ്പകർച്ചയുടെ വഴിയിലൂടെ കടന്നുപോയ പതിനായിരങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ കഥ അവിടെ മുതൽ ആരംഭിക്കുകയായി. താൽക്കാലിക സൗകര്യങ്ങളോടെ പനമ്പ് കൊണ്ട് മറച്ച ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയം സമൂഹത്തിൻ്റെ അത്യുന്നത ശ്രേണികളിൽ മുദ്ര പതിപ്പിച്ച് നിരവധി അഭ്യസ്ത വിദ്യരുടെ ജ്ഞാനപീഠമായി മാറിയ വിജ്ഞാന കേന്ദ്രം. സഹൃദയരെ, പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ന ആദർശവാക്യം ഹൃദയത്തിലേറ്റി തങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ച് ആത്മധൈര്യത്തോടെ കാൽച്ചുവടുകൾ ഉറപ്പിച്ചു മുന്നേറിയ മാതൃവാത്സല്യത്തിന്റെ ചരിത്രം. 1925 ബഹുമാനപ്പെട്ട അൽബർത്തമ്മയുടെ 41 അവിസ്മരണീയ വർഷങ്ങൾ. പ്രിയരെ, നമുക്ക് അത് മറക്കാനാവില്ലല്ലോ. ദാരിദ്ര്യവും അസ്വസ്ഥതകളും ജാതി മത വർണ്ണവർഗ വ്യവസ്ഥിതികളും കൊടിക്കുത്തി വാഴുന്ന കാലം. ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് പ്രതിബന്ധങ്ങളെ ഭയപ്പെടാതെ ഇന്നത്തെ തലമുറയെ സ്വപ്നം കണ്ട് ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ച് 100 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ഉൾക്കാഴ്ചകൾ, എടുത്ത തീരുമാനങ്ങൾ ഇന്നും 2025 പാഴായി പോയിട്ടില്ല എന്ന് ഉച്ചസ്ഥരം പ്രഘോഷിച്ചുകൊണ്ട് ഈ മനോഹരമായ സായം സന്ധിയിൽ നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു സോൾ സാഗ, ഹൃദയത്തിന്റെ വീരഗാഥ. പ്രപഞ്ചാത്മാവേ, ഉണരൂ ഉണരൂ, വരദായക കൃപാവരം ചൊരിയൂ ചൊരിയൂ, താവക പാദതാരിണ കൂപ്പിടും തവദാ
ദാസർതൻ മാലകറ്റണേ, നോവകറ്റണേ, സത്യമേവ സർവേശ്വര. സനി സരി മരി മപനി സനി സരി മരി മരി സനി പമ പനി സനി പമരി മപനി സനി പമരി സനി രി സ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകറ്റൂ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകറ്റൂ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും ജ്വലിച്ചിടട്ടെ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും ജ്വലിച്ചിടട്ടെ. കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. നടനമായി ചടുലതാളമായി നടനമായി ചടുലതാളമായി അരങ്ങുണരുമീ വേളയിൽ രാഗവീചികൾ മേളങ്ങൾ നൃത്തവും നാട്യവും സർവം ശുഭമായിടാൻ സ്വർഗനാഥ തുണയ്ക്കണേ. ഓം സർവേശസൂനോ നമഃ. ഓം കാരുണ്യമൂർത്തേ നമഃ. ഓം സച്ചിദാനന്ദരൂപ നമഃ. ഓം ശ്രീയേശുനാഥ നമോ
നമഃ. ഇതെന്ത് കഷ്ടാ, നമ്മൾ എന്തോരം ബുദ്ധിമുട്ടി അവരിന്ന് രക്ഷപ്പെടാൻ. അതന്നെ, ഇതങ്ങ് ഊതിക്കെടുത്തിയാലോന്ന് വരെ എനിക്ക് തോന്നി. എന്തിനാ വിളക്കിങ്ങനെ സൂക്ഷിക്കണേ? അതുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങള്. ഇതൊക്കെ എന്തിനാ? ഇവിടെ മുഴുവൻ വെളിച്ചല്ലേ. നമ്മുടെ കൊച്ചു വെളിച്ചം കൊണ്ട് എന്ത് ഉപകാരമുണ്ട്? നിങ്ങൾ എന്താ ഇങ്ങനെ ചിന്തിക്കണേ? പെട്ടെന്ന് ഈ വെളിച്ചൊക്കെ ഇല്ലാണ്ടായാലോ? എന്താ ചെയ്യാ? പറയ്, നിങ്ങൾ പറയ്. അതിപ്പോ ആ, അങ്ങനെ വന്നാ നമ്മുടെ വെളിച്ചം. ഓ, ഇപ്പൊ മനസ്സിലായി. അതാ പറയണേ, നമ്മുടെ ഉള്ളില് വെളിച്ചാണ് നമ്മുടെ ബലം. അത് കെടാതെ സൂക്ഷിക്കണം. അല്ല, നമ്മളൊന്നും ഇങ്ങനെ ശരിയാവില്ല. വാ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ആഴ്ചയിലെ കലോത്സവം, നമുക്ക് വൈബാക്കണ്ടേ? നമുക്ക് അടിപൊളി റീൽസ് ഒക്കെ എടുക്കണം ട്ടാ. സ്റ്റോറി ഇടേണ്ടതല്ലേ? പിന്നല്ലാണ്ട്. വേണം വേണം. നമ്മുടെ വിളക്കെടുക്ക്. ഇത് കേടാണ്ട് നമുക്ക് സൂക്ഷിക്കണം. ഇത് പാണർ പാടാത്ത ചരിതം, ഒരുപക്ഷെ പാടേണ്ടിയിരുന്ന ചരിതം, ചതിക്കപ്പെട്ട ചതിയനാക്കപ്പെട്ട ചന്തുച്ചേകോന്റെ ചരിതം. കച്ചകെട്ടി മകനും കൂട്ടായി മച്ചുരനാരോമൽ മകനും മൂച്ചയുറ്റ പകയോടത്തി. കച്ചകെട്ടി അംഗം വെട്ടാൻ ആർച്ചയുടെ മകനും കൂട്ടായി മച്ചുരനാരോമൽ മകനും മൂച്ചയുറ്റ പകയോടെത്തി. ഈരൊമ്പതു കളരിക്കധിപൻ വീരനായ ചന്തുച്ചേകോ നീരും നിജ കഥയെന്നേരും നേരിൽ തരിയില്ലാതോർത്ത. മലയനോടു തൊടുത്തന്നച്ഛൻ മറുലോകം പൂകി പിന്നെ മാതുലനും ഗുരുവും മമ പോറ്റിയ താതനും ദൈവവുമാം പുത്തൂരം തറവാട്ടിൻ വലിയ കണ്ണപ്പ ചേകവർ തന്നോടനുഗ്രഹം വാങ്ങി എന്നെ കൊള്ളാനി പൊൻകിടാങ്ങൾ. ആയോധനാദി വിദ്യകളെല്ലാം ഒന്നൊന്നായി അഭ്യസിച്ചു. പിന്നെ ആഹ്ലാദാവേശം തിരതല്ലും ആ നാട്ടരങ്ങിൽ കാഴ്ചവെച്ചു. ആരോമൽപ്പുകൾ കൊണ്ടനർഹനെന്നിട്ടും നേടി ആർച്ചപ്പൂവിൻ പുഞ്ചിരിയും ഗുരുവിൻ നിറമാനസവും.
കുട്ടിക്കാലം തൊട്ടൻ കരളിൻ വേനലിൽ കുളിരായി പെയ്തിടുന്ന പൂമഴ ആർച്ചപ്പൂമഴ കുഞ്ഞിളം തളിർ മഠമൊരുങ്ങുന്നു ആ കുളിർ മഴയെന്നും നുകർന്നിടുവാ അന്നൊരിക്കലുള്ളിൽ ഇടിമിന്നലേറ്റ പോലെ പൊന്നിനൊപ്പമല്ലൻ അനുരാഗമെന്നറിഞ്ഞു കന്യാമാച്ച സമ്മതം മൂളി പിന്നൊരുത്തന്നു പെണ്ണായി മാറി കുന്നിനൊത്തൻ്റെ ഉള്ളിൽ നീരു നീകിന്നത് തീരെന്നടച്ചിടും അംഗം വെട്ടി തമ്മിലുള്ളതാം തർക്കം തീർക്കാമെന്ന് പ്രഭുക്കൾ അംഗച്ചേകോനായി വീരണം ആരോമലങ്ങുറച്ചേരം മാറ്റച്ചേകോൻ ചന്തുതാനെന്നു മാറ്റമില്ലാതുരച്ചു മാതുരൻ മാറ്റാനാനയെ തൻ കരുത്താരേറ്റം മയക്കും അരിങ്ങോടർ ചക്രാധാരം വീശിയെടുത്ത് ഗജമുഖം കണ്ടുവെട്ടി ഓതിരമുളവ് ഉളവ് കണ്ട് വെട്ടിമാറി നിലയിൽ തിരിഞ്ഞ് കടകം വീശി ഓതിരമുളവ് വാരി മറുവാരി പരിചയിൽ താണമർന്ന് തടുത്തു മങ്ങി ഓതിരം കണ്ട് ചാടി വെട്ടി പരിചക്കിടിച്ചു മാറി വാരി മറുവാരി പുറംതിരിഞ്ഞു വെട്ടി പരിചയിൽ തടുത്തു മാറ്റാനെ മറുവാരി വെട്ടി കടകം മറുകടകം ചാടി കുറന്ന് നേരോതിരം വെട്ടി പെരുങ്കൊല്ലൻ ചതിച്ചു അങ്കത്തട്ടിലാരോമലിൻ ചുരിക അരിങ്ങോടർ മുറിച്ചു അംഗം നിർത്തിച്ചേരം ഞാൻ ഉടനെ ആരോമൽ ഛേദിച്ചു അങ്കക്കലിയാൽ അരിങ്ങോടർ തൻ ശിരസും ജയിച്ചൊടുവിലംഗം ആരുമില്ലാത്ത വിശ്രമനേരം ചതിച്ചെന്നു ചൊല്ലിയാരോമലും ചൊടിച്ചെന്നേർക്കു വീശിതൻ ചുരിക തടുപ്പാൻ കുത്തുവിളക്കെടുത്തതു തരച്ചു ആരോമൽ വീഴവേ ചൊന്ന മരണവേദനക്കിടയിൽ വീണ്ടും ആരോമലെല്ലാരോടും ചന്തുതാൻ ചതിച്ചു ചതിയൻ ചന്തുതാൻ ചതിച്ചു കഥയേതുമറിയാത്ത പൈതങ്ങളെ പൊയ്ക്കൊള്ളുക സാധ്യമല്ല ചതിയനിച്ചന്തു തന്നെ വെന്നിടുവാൻ തെല്ലുമിളകാതതും കേട്ടു നിന്നിടുന്ന കിടാങ്ങൾ മുന്നിൽ തെല്ലിട ചിന്തിച്ചുറപ്പിച്ചു ചന്തു തന്റെ വാളെടുത്തു കരളിൽ കരുത്താം ഗുരുവിനെ
ചൊടിച്ചു. ഇതു പാടാത്ത ചരിതം. ഓക്കെ മക്കളെ, നിങ്ങൾ നന്നായി കളിച്ചു. ടീച്ചറെ, ഇത് കണ്ട ടീച്ചറെ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എണീക്ക് മക്കളെ, എണീക്ക്. ടീച്ചറെ, കുട്ടികളെ വേഗം സ്റ്റേജിൽ നിന്നൊന്ന് മാറ്റൂ. അടുത്ത ടീമിന് കയറണം. പ്ലീസ് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കൂ. മക്കളെ, നിങ്ങൾ തണലിരുന്ന് റെസ്റ്റ് എടുക്കൂ. ഇത് കഴിച്ചേ. ഇന്നാ കഴിക്ക്. ഒന്ന് കൊണ്ടുപോയി ഒന്ന്. എനിക്കൊന്നും വേണ്ട. നീ ഒന്ന് അടങ്ങ്, റിസൾട്ട് വരട്ടെ. നിനക്കങ്ങനെ പറയാം. എന്ത് ബുദ്ധിമുട്ടിയ എന്റെ അച്ഛൻ ഈ ഡാൻസിനുള്ള കാശൊക്കെ ഒപ്പിച്ചെന്നറിയോ? എടീ, നിനക്ക് മാത്രല്ല, എല്ലാവർക്കും ഉണ്ട് ഓരോരോ പ്രശ്നങ്ങള്. എന്തായാലും ഞാൻ ഇനി ഒന്നിനുമില്ല. എനിക്ക് മടുത്തു. എന്നെ ഇനി ഒന്നിനും വിളിക്കാൻ വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വേണ്ടാന്നൊന്നും വെക്കാനൊന്നും പറ്റില്ല. സമ്മാനം കിട്ടാനല്ലേ നമ്മൾ കളിച്ചത്. എനിക്ക് ഫസ്റ്റ് കിട്ടിയേ പറ്റുള്ളൂ. ഒന്നും മിണ്ടാണ്ടിക്കണ്ടോ? റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞില്ലേ? എന്താ മക്കളെ ഇത്? എന്താ ഇപ്പൊ ഉണ്ടായേ? ഇങ്ങനെ വഴക്കടിക്കാതെ. ആരാടിയത്? എനിക്ക് പേടിയാവണടി. എടി, ഇവിടെ ആരും കാണാനില്ലല്ലോ. നിനക്ക് പേടിയാവണ്ട? ചെറുതായിട്ട്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ എന്റെ തണലിലാണ് ഇരിക്കുന്നത്. ദേ, ഈ മരാണോ സംസാരിക്കണേ? ഞാൻ ആലോചിക്കുക, എത്ര നിസാര കാര്യത്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്. നിസാരോ? ഇതൊക്കെ അത്ര നിസാരാണോ? പരീക്ഷയില്ലാതെ പ്രമോഷൻ ഉണ്ടോ? മക്കളെ, ഇതുപോലെ എത്രയെത്ര വിജയങ്ങളും പരാജയങ്ങളും ഞാൻ കണ്ടിരിക്കുന്നു. അതെല്ലാമല്ലേ ജീവിതം? അപ്പോ എത്ര പ്രായമുണ്ട്? കുറേ വർഷമായി. ഞങ്ങളെന്നാ മുത്തശ്ശാന്ന് വിളിച്ചോട്ടെ? ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. മുത്തശ്ശൻ കൊള്ളാലേ. മക്കളെ, എന്തെങ്ങനെ ഇരിക്കണേ? അടുത്ത സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യാൻ സമയമായില്ലേ? നിങ്ങൾക്കൊക്കെ ഇൻഡിവിജ്വൽ ഐറ്റല്ലേ? ആ ടീച്ചറെ, ഞങ്ങൾ വരാതിരിക്കായിരുന്നു. ദേ വരുന്നു. ഓൾ ദി ബെസ്റ്റ്. മിന്നിച്ചോൾട്ടാ. താങ്ക് യു, താങ്ക് യു. ഡേ, പ്രാർത്ഥിച്ചോളൂ. നമുക്കെന്തായാലും ഇപ്പൊ പോണ്ടല്ലോ. റിസൾട്ട് അറിയണവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. മുത്തശ്ശാ, മുത്തശ്ശോ. ഓയ്. ഞാൻ ചില ഓർമ്മകളിലായിരുന്നു എന്റെ കുട്ടിക്കാലം. ഞങ്ങളോടത് ഷെയർ ചെയ്യാൻ പറ്റോ? നിങ്ങൾക്ക് അതിന് കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ? പിന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടാണ്. ഞങ്ങളോടൊക്കെ ആര് കഥ പറയാൻ? 7 മണിക്ക് ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോ അമ്മൂമ്മ സീരിയലിലെ നായികയുടെ കൂടെ കരയായിരിക്കും. അതെന്തേലാവട്ടെ, മുത്തച്ഛനെ ഇപ്പൊ കഥ പറയും. കഥയൊക്കെ പറയാം, പക്ഷേ ഞാൻ പറയുമ്പോൾ അത് ചില
പ്രതീകങ്ങളിലൂടെയൊക്കെ ആയിപ്പോകും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ? അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവൂട്ടാ. മുത്തശ്ശൻ ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ചേ? ഇതെല്ലാം ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. പണ്ട് പണ്ട്, വളരെ പണ്ട്. പണ്ട് 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 നിന്നെ കണ്ട നാളയ്യ, പാട്ടുപാടാനറിയാത്തതാ മരക്കിളി നീ. പണ്ട് 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 നിന്നെ കണ്ട നാളയ്യ, പാട്ടുപാടാനറിയാത്തതാ മരക്കിളി നീ. കാണാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ. വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ. ചന്ദ്രിക പൂച്ചോടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. മുള്ളുകൾക്കിടയിൽ വിടരും മലരെ ചൊല്ലുക നിൻ ഹൃദയം. ശരോനിൽ വിരിയും പനിനീർ മലർ ഞാൻ, താഴ്വര താമര ഞാൻ. മുള്ളുകൾക്കിടയിൽ വിടരും മലരെ ചൊല്ലുക നിൻ ഹൃദയം, ചൊല്ലുക നിൻ ഹൃദയം. എന്റെ തമ്പുരാനെ, എന്തായി കാണുന്നത്? നല്ല കാറും കോളും ആണല്ലോ. ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്റെ ബദ്രീങ്ങളെ, ഇനി എന്തൊക്കെ സംഭവിക്കാവോ? എന്റെ കൃഷ്ണ, ഞങ്ങളെ കാത്തോളണേ. അയ്യോ, എന്റെ മോള്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ.
എന്റെ കുഞ്ഞിനെ ആരെങ്കിലും രക്ഷിക്കണേ. ദാ പിടി, ഇത് പിടിക്ക്. അയ്യോ. ാണ് എന്റെ ജനനം. അവിടെ ആവശ്യമുണ്ട്. എന്റെ ആവശ്യമുണ്ടത്രേ. എന്താവശ്യം? പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത ഇവിടെ എനിക്കെന്ത് നിയോഗം? ഇതാണോ എന്റെ നിയോഗം? എന്താണ് കുഞ്ഞു കരയുന്നത്? ഇത് നിങ്ങളുടെ കുഞ്ഞാണോ? ഇവൾ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചതാണ്. ഞാൻ എങ്ങനെ ഈ പെൺകുഞ്ഞിനെ വളർത്തും? എന്റെ കയ്യിൽ ഒന്നുമില്ല. ആകട്ടെ, ഇപ്പോൾ കുഞ്ഞിനെ ആശ്വസിപ്പിക്കൂ. ഞങ്ങൾ മഹാരാജാവിനെ വിവരം ധരിപ്പിക്കാം. നീ ഇത് എന്തു ഭാവിച്ച? ഇതിനെ എങ്ങനെ വളർത്തുമെന്നാ? നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആരും എന്തും പറയട്ടെ, ഞാൻ ഇവളെ വളർത്തും. ഇവിടെ ആരുമില്ലേ? എന്താ? പറയൂ. നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. കൊച്ചി രാജവംശം ഭരിക്കുന്ന മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അറിയിക്കുന്നതെന്തെന്നാൽ പ്രജാക്ഷേമവും രാജ്യപുരോഗതിയുമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പുത്തുപറമ്പ് പ്രദേശത്തെ സ്ഥിതിഗതികൾ പരിഗണിച്ച് നിരാലംബയായ പെൺകുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുത്തതിന് പാരിതോഷികമായി പുത്തുപറമ്പ് പ്രദേശത്തെ ഭൂമി തീരധികാരം നൽകുന്നു. മേൽക്കൊണ്ടും പെൺകുട്ടികളുടെ സംരക്ഷണത്തിനുതകുന്ന പ്രവർത്തനങ്ങളെ തുടരുവാൻ ശ്രദ്ധ വയ്ക്കുക. അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ.
വായിക്ക്. ആ മ. 2 മാ ചേർന്നെഴുതിയാൽ മ എന്ന് വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ മറ്റൊരു വാക്ക് പറയാമോ? ഉമ്മ. ബേഷ്. അമ്മയ്ക്കൊരു ഉമ്മ തരാമോ? എന്റെ കുഞ്ഞിനി കുറച്ചു നേരം കളിക്ക്. അമ്മ കഞ്ഞി വെക്കട്ടെ. അമ്മേ, ഞാൻ ഒറ്റയ്ക്കല്ലേ, എന്റെ കൂടെ ആരാ കളിക്കുക? നമ്മൾ ഓമനിച്ചു വളർത്തുന്ന ഈ തൈമരമുണ്ടല്ലോ, മോൾ അവിടെ ഇരുന്ന് കളിച്ചോ. ശരി അമ്മേ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. ഓടി ഓടി വാ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. പാട്ടുപാടും പെട്ടി തരാം, താളം മുട്ടാൻ ചെണ്ട തരാം. പാട്ടുപാടും പെട്ടി തരാം, താളം മുട്ടാൻ ചെണ്ട തരാം. ചോട് വെച്ചു, ചോട് വെച്ചു, ചോട് വെച്ചു, കളി നടക്കട്ടെ, നിന്റെ കളി നടക്കട്ടെ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. അമ്മേ, ഓടി വാ അമ്മേ. അയ്യോ, എന്റെ മരം. അമ്മേ, ഇപ്പൊ വലിയ കാറ്റ് വീശി, ഈ മരം വീണേനെ. ഇവൻ വന്ന കാരണം രക്ഷപ്പെട്ടു. ആണോ? നീ മിടുക്കനാണല്ലോ. മോനെ ഏതാ? എവിടെയാ നിന്റെ വീട്? ഞാൻ ഇവിടെ തന്നെ ഉള്ളതാ. അവിടെ ആ മുകളിലാ എന്റെ വീട്. മോന്റെ അച്ഛൻ എന്താ ജോലി? ആശാരിപ്പണി. മോനെ ഇവിടെ എങ്ങും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെ എപ്പോഴും കാണാറുണ്ട്, നിങ്ങളാ എന്നെ കാണാത്തത്. അത് കൊള്ളാലോ. അപ്പോ നാളെ കളിക്കാൻ വരോ? നീ എന്റെ കൂട്ടുകാരിയല്ലേ, നീ എപ്പോ വിളിച്ചാലും ഞാൻ വരും. കുട്ടി ഏതാ? കുട്ടിയുടെ പേരെന്താ? കുട്ടിക്കെന്താ ചെവി കേൾക്കില്ലേ? അമ്മേ. മക്കളെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ശാലയുടെ സമീപം താമസിക്കുന്നവരാ. ഇവിടെ വിറക് പറക്കാൻ വന്നതാ. ഓഹോ, ആ ശാലയിലാണോ നിങ്ങൾ പഠിക്കുന്നത്? പഠിക്കാനോ? ഞങ്ങൾ പെൺകുട്ടികളല്ലേ. മക്കൾക്ക് പഠിക്കണോ? ഞാൻ പഠിപ്പിക്കാം. അമ്മ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് അനുവാദം വാങ്ങുമോ? അതിനെന്താ മക്കളെ, ഞാൻ വരാം. നിങ്ങളെ മാത്രമല്ല, ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കാം. ഇവിടെ ആരുമില്ലേ?
നമ്മുടെ കുട്ടിക്കാലം. മനസ്സിനുള്ളിൽ കളിച്ചു നിൽക്കും മനം മയക്കണ കാലം. കുറുമ്പ് കാട്ടി കളിക്ക് ചുറ്റും കളിച്ചിരുന്നൊരു കാലം. അതിരുകളില്ല കനവുകളേകം മധുരിതമായൊരു കാലം. അതിരുകളില്ല കനവുകളേകം മധുരിതമായൊരു കാലം. കുട്ടിക്കാലം, നമ്മുടെ കുട്ടിക്കാലം. കുട്ടിക്കാലം, നമ്മുടെ കുട്ടിക്കാലം. മനസ്സിനുള്ളിൽ കളിച്ചു നിൽക്കും മനം മയക്കണ കാലം. കുറുമ്പ് കാട്ടി കളിക്ക് ചുറ്റും കളിച്ചിരുന്നൊരു കാലം. അതിരുകളില്ല കനവുകളേകം മധുരിതമായൊരു കാലം. അതിരുകളില്ല കനവുകളേകം മധുരിതമായൊരു കാലം. കുട്ടിക്കാലം, നമ്മുടെ കുട്ടിക്കാലം. കുട്ടിക്കാലം, നമ്മുടെ കുട്ടിക്കാലം. അമ്മയ്ക്ക് പ്രായമേറി വരികയാണ്. പഠിക്കാൻ താല്പര്യത്തോടെ വരുന്ന എല്ലാവരെയും ഇനി നീ വേണം ചേർത്ത് പിടിക്കാൻ. ഞാനോ? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? നീ ഒറ്റയ്ക്കല്ലല്ലോ. നിന്റെ കളിക്കൂട്ടുകാരൻ നിന്നൊറ്റയ്ക്കാക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തോ ആലോചനയിലാണല്ലോ. വന്നു. മനസ്സിൽ ഓർത്തപ്പോഴേക്ക് നീ എത്തിയല്ലോ. അത് ഞാൻ നിനക്ക് തന്ന വാക്കല്ലേ. ഇപ്പൊ എന്തോ നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ അത്? അമ്മയ്ക്ക് തീരെ വയ്യ. ഇവരെയൊക്കെ എന്നോട് ചേർത്ത് പിടിക്കാനാ അമ്മ പറയണേ. ഒറ്റയ്ക്ക് എനിക്ക് തന്നെ സാധിക്കുവോ? നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. പക്ഷേ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് പറ്റും. കുട്ടികൾ എത്തിയല്ലോ, നീ ചെല്ല്. എല്ലാവരും എത്തിയോ? ഇന്നലെ പഠിപ്പിച്ച ഇംഗ്ലീഷ് കവിത എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്കൊന്നുകൂടി വായിച്ചാലോ? I wandered lonely as a cloud that floats on high o'er vales and hills, when all at once I saw a crowd, a host of golden daffodils, beside the lake, beneath the trees, fluttering and dancing in the breeze.
ശ്രീദേവി, എന്താ കുട്ടിക്ക് പറ്റിയേ? ഇവിടെയല്ലല്ലോ ശ്രദ്ധ. ഇല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ല, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? അത് പിന്നെ ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. അച്ഛൻ ഇന്നലെ പണി കഴിഞ്ഞ് ചാരായം കുടിച്ചാ വന്നത്. എന്നെയും അമ്മയും ഒരുപാട് തല്ലി. ഞങ്ങൾ ഇന്നലെ രാത്രി പേടിച്ച് വാഴത്തോട്ടത്തിലാ കിടന്നത്. നീ കഴിയാതെ ഞാനിന്ന് വീട്ടിലേക്ക് വരാം. വരൂ, ഇന്നിന്റെ വീട്ടിലേക്ക് വരുമോ? ഞാൻ എന്തായാലും വരാം, വിഷമിക്കാതെ. ഹൃദയ, നിനക്ക് എന്തു പറ്റി? ആ, റോയിച്ച വന്നോ? ഇന്നൊരു സംഭവം ഉണ്ടായി. ഈ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാ. അയ്യോ അച്ഛ, എന്റെ അപ്പു. അച്ഛ, വേണ്ട അച്ഛ. എന്റെ അവളുടെ വീട്ടിലേക്ക് ചെല്ലാന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം എനിക്ക്... അത് നിന്റെ കർത്തവ്യമാണ് ഹൃദയ. അങ്ങനെയുള്ളവരിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. അതായിരുന്നില്ലേ നിന്റെ അമ്മയുടെ സ്വപ്നം? അതിന് നീ പ്രാപ്തയാകണം. നടക്കട്ടെ നടക്കട്ടെ. കുളിക്കുവാൻ പോറുന്ന വഴിവയ്ക്കില് വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോറുന്ന വഴിവയ്ക്കില് വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. ഇന്ന് കരക്കാരും നമ്മ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എന്റെ കരളിന് കുളിരാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും അതിജീവിച്ച് അവൾ ശക്തയായി. അറിവ് തേടി വരുന്നവരെ ചേർത്ത് പിടിക്കുവാനും നേർവഴി കാണിക്കുവാനും അവൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അവൾ ഹൃദയ. മുത്തച്ഛൻ എന്താ ആലോചിക്കുന്നേ? കഥ വേഗം പറയ്. ഞാൻ ഓർക്കുകയായിരുന്നു അവളുടെ വരവ്. ആരുടെ മുത്തച്ഛ? അവൾ തന്നെ, ഹൃദയ വളർത്തിയവൾ, ഹൃദയയെ വളർത്തിയവൾ.
പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ. പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ. കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുല്ല വിടരാറായി. അണിമുറ്റത്തൊരു കോണിൽ രാവിൻ മണിവിളക്കെരിയാറായി. ഗോപപ്പെൺകൊടിമാരുടെ ഓമൽ പീലിക്കനവ് കവർന്നിടാം. മായക്കാഴ്ചകളോടെ മനസ്സിലെ മിന്നും പൊന്നുമണിഞ്ഞിടാം. നന്ദൻ ചോര നവനിത ചോര മുരളിയിലൊരു തെരു നറുപടി അരുളുക. പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി. പരിഭവം പറയാതെ എന്താതെ മൃദുമന്ത്രം ജപിച്ചാട്ടെ. മധുരയ്ക്കു വരും നേരം പാരം മിഴിതൊട്ടു തഴുതാട്ടെ. മുരഹര ഗിരിധര ഹരിവര ചിന്മയ മതിമതി മതി നിന്മറിമായം. പാടാമിനിയൊരു പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ. സമഗമഗമദമദനിധനിസ ഹരിതമദ. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ അവളെ തേടിയെത്തി. എല്ലാ ആഘോഷങ്ങളിലും അവൾ ഒരു നിറസാന്നിധ്യമായിരുന്നു. ടീച്ചർ, സമയായോ? കുട്ടികളൊക്കെ റെഡിയായിരിക്കുക. ഓൾ സെറ്റാണേ. Now take it to the left, now take it to the right. Sway with it, yeah. Shake it to the ground. Drop down. My homies lead with me. Now do the dance whack. Hey, hit her with my doggy. Hey, doggy, make it clap, clap, clap. Doggy, make it clap, clap, clap. E-O-U-G-I-E. Turn it up and show my swaggy. Do my doggy. Hey, go get it, go get it. I'ma go get it, go get it. I'ma go get it. Get it down. If I got 30 in there, start juicing. Hey, each need some. Hey, particular, particular. There she go, you ready? No, get ready, go. There she go, you ready? No, get ready, go. Particular. There she go, you ready? No, get ready, go. There she go, you ready? No, get ready, go. Shake your hips, thumb girl, look snatch it. Shake your hips, thumb girl, look snatch it. Shake your hips, thumb girl, look snatch it. All downtown homies come around me. Shake your hips, thumb girl, look snatch it. Shake your hips, thumb girl, look snatch it. Shake your hips, thumb girl, look snatch it. All downtown homies come around me. Yeah, you can awake on the floor. Make it so I go on the floor. Yeah, you can awake on the jaw. Make it she hot, let's go. Yeah, you can awake on the floor. Make it so I go on the floor. Yeah, you can awake on the jaw. Shorty, you
You gotta keep it real, something like this. You gotta keep it real, something like this. You know what's real? Some of them men think they freak this like we do, but no they don't. Make your check come at their neck. Disrespect us, no they won't. Boy, don't even try to touch this. Boy, this beat is crazy. Baby, Houston, Texas, baby. This goes out to all my girls that's in the club rocking the latest. Who would buy it for themselves and get more money later? We run this mother. Every girl find a man go wind up. Every girl find a man go wind up. Why been you sitting, give me no wine up? Every girl find a man go wind up, wind up, wind up, wind up, wind up. Why been you sitting, give me no wine up? Who run the world? Who run the world? Who run this mother? Who run this mother? Who run this mother? Who run this mother? Girls. Just run this mother, girls. Who run this mother? Girls. Who run the world?
मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन। मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन, मेरी चाहते तो फिजा में बहेंगी, जिंदा रहेंगी होके फना। तननन तुम, तननन तुम, तननन तुम, तननन तुम, ताना तेरे तेरा। मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना। मेरा झुमका उठा के लाया यार वे, जो गिरा था बरेली के बाजार में। मैं तो ठुमका लगा के शर्मा गई, बोली घूम कर बता दे के मैं आ गई। मुझको लचा के नाच ले, आजा नाच ले मेरी यार, तू नच ले झनक झनक झनकार। हो नच ले मेरे यार, तू नच ले अब तो लुटा है बाजार। सबको बुला के नच ले, आजा नच ले मेरे यार, तू नच ले झनक झनक झनकार। हो नच ले मेरे यार, तू नच ले अब तो लुटा है बाजार। नच ले नच ले नच ले नच ले झट से बुला के नच ले, नच ले नच ले नच ले नच ले झट से बुला के नच ले, नच ले नच ले नच ले नच ले झट से बुला के नच ले, नच ले नच ले नच ले नच ले झट से बुला के नच ले। ഇന്നത്തെ പരിപാടി സൂപ്പറായി. നിന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നീ നന്നായി ചെയ്തു. എക്സലന്റ്. ടീച്ചറിന്റെ സപ്പോർട്ട് ഉള്ളപ്പോ പിന്നെ എനിക്ക് എന്താ നോക്കാനുള്ളത്? അതുമാത്രല്ല, തൻവിയുടെ കഠിന പ്രയത്നം കൊണ്ട് കൂടിയാണ് എല്ലാം വിജയത്തിലെത്തുന്നത്. പൂവും സുഗന്ധവും പോലെ, കടലും തിരയും പോലെ പരസ്പരം അഴകേകാൻ അവർക്ക് സാധിച്ചു. തൻവി ഹൃദയയുടെ സന്തോഷങ്ങളുടെ താക്കോൽ അവളായിരുന്നു. അവൾക്കു മുന്നേ അവളുടെ മനസ്സറിയാൻ കഴിവുള്ളവൾ. സനി ധനി സഗ മഗ സനി ധനി സഗ മ ഗ മ ഗ സനി ധ മഗ മദനി സനി ധ മഗ മദനി സ നി ധ നി ധനി സ ധനി സ ധനി സ ധനി സ മദനി 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 ധനി സ ധനി സ ധനി സ മദനി 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 സ മദനി സ മദനി സ മദനി സ സനി ധമ സനി ധമ സനി ധമ സനി ധമ മമ ഗഗ സ സനി നി സ സനി നി ധ നി നി സ സനി നി ധ മമ ഗഗ സ സനി നി ധ നി സ സ സ നി ധ സ സ സ. റോയിച്ച, നമ്മുടെ തൻവി, അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങള്. എന്റെ വെറും സംശയം മാത്രല്ല, അവൾക്ക് ശ്രദ്ധക്കുറവും പല വീഴ്ചകളും വരുന്നുണ്ട്. പ്രായം അതും ഒരു ഘടകമാണ്.
പ്രായത്തിന്റെ മാറ്റങ്ങളെ അങ്ങനെ കാണൂ ഹൃദയ. പ്രായത്തിന്റെ ചാബല്യങ്ങളെ മനസ്സിലാക്കി തിരുത്തി കൊടുക്കേണ്ടത് നിന്റെ കടമയല്ലേ? തെറ്റുകളെ തിരുത്താതിരിക്കുന്നതല്ല സ്നേഹം. യഥാസമയം നൽകുന്ന തിരുത്തലുകളിലാണ് യഥാർത്ഥ സ്നേഹം. എനിക്കെന്തോ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. സ്നേഹം നിന്റെ കാഴ്ചയെ മറയ്ക്കരുത്. താൽക്കാലികമായി ചെറിയ ഇഷ്ടക്കേടുകൾ ഉണ്ടായേക്കാം. അതിനെ ഭയന്ന് നീ മൗനം പാലിച്ചാൽ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ലേ? ചിറകില്ലാതുയരത്തിൽ പാറ കനമില്ലാതാടാം തുടിതാളം കൊട്ട വെളിവില്ല കളിയെല്ലാം തീരും കളമെല്ലാം മാറും വിഴിനീരും മായും നല്ലോരല്ല പാതാളത്തിൽ സർലോകത്തോ പോരന്മാർ നല്ലോരല്ല പാതാളത്തിൽ സ്വർലോകത്തോ പോരന്മാർ പൊരിഞ്ഞെരിഞ്ഞുണർന്നുയർന്നു വന്നുവോ സങ്കല്പം വിശപ്പാറ്റ മരിച്ചു മണ്ണടിഞ്ഞലിഞ്ഞുയർത്തു വന്നു ചിറകില്ലാതുയരത്തിൽ പാറ കനമില്ലാതാടാം തുടിതാളം കൊട്ട വെളിവില്ല കളിയെല്ലാം തീരും കളമെല്ലാം മാറും വിഴിനീരും മായും നല്ലോരല്ല പാതാളത്തിൽ സർലോകത്തോ പോരന്മാർ നല്ലോരല്ല പാതാളത്തിൽ സ്വർലോകത്തോ പോരന്മാർ കുട്ടി എത്ര പ്രാവശ്യമായി നിന്നോടിത് പറയുന്നു? എന്താ ഞാനിപ്പോ എന്ത് ചെയ്തുന്നാ? എന്താ ചെയ്തേന്നോ എനിക്ക് മനസ്സിലായില്ല. ഓ ടീച്ചർക്ക് എന്താ ടീച്ചറിന്റെ പ്രശ്നം? അതെ എനിക്ക് പ്രശ്നമുണ്ട്. നിന്റെ ഈ പോക്ക് ശരിയല്ല. ടീച്ചർക്ക് എന്തിനാ കുഴപ്പം? ടീച്ചർ എന്റെ അമ്മയൊന്നല്ലല്ലോ. ഞാൻ നിനക്ക് പെറ്റമ്മല്ലായിരിക്കാം, പക്ഷെ നീ എനിക്ക് മകളാണ്. എനിക്കത് സഹിക്കില്ല. ആരാ ഈ അലക്സ്? അവൻ ആരാ? അലക്സ് അവനെന്റെ ഒന്നും ടീച്ചർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രണയം. ഞാനും പ്രണയിക്കുന്നുണ്ട്. എനിക്ക് പ്രണയം ദിവ്യമാണ്. പക്ഷെ ഇന്നത്തെ പ്രണയങ്ങൾ അങ്ങനെയല്ല. ഇന്ന് കാമദേവന്മാരില്ല, അസുരന്മാരുടേതാണ് ഈ ലോകം. നീയൊന്നും മനസ്സിലാക്ക്. അരവിന്ദം അശോകം ചൂദം ച
നവമാലിക നീലോത്പലം ച പഞ്ചൈതേ പഞ്ചബാണസ്യ സായകാ പഞ്ചബാണസ്യ സായകാ. കരിമ്പുവില്ലിൻ പൂവം മേറ്റി ശോകവാഹനനാം കുസുമശരൻ സഖനാം വസന്തനൊന്നിച്ചണയും മാനസമാഗമ വേളയിതാ. സന്ധ്യാസുന്ദരിയെ സൃഷ്ടിച്ച ബ്രഹ്മന്റെ മനസ്സിളകി ആ മനസ്സ് മതിച്ചൊരു സുന്ദര പുരുഷൻ പ്രത്യക്ഷനായി. രംഗേ മിഴികൾക്കൊരുത്സവമായി, രംഗേ മിഴികൾക്കൊരുത്സവമായി. കം ദർപ്പയാമി. ഇതി ചോദ്യമുന്നയിച്ച സുന്ദരൻ കന്ദർപ്പനായി. ബ്രഹ്മനോദി പ്രാണൻ തുടിക്കും മനസ്സിൽ കാമവികാരമുണർത്തു നീ. മനസ്സു മതിച്ചവൻ മന്മഥനായി, കാമരൂപനാം കാമദേവനായി. സൃഷ്ടിയിൽ കാമമങ്കുരിപ്പിച്ച കാമനെ ശിക്ഷിച്ച ബ്രഹ്മദേവൻ ശിവനേത്രാഗ്നിയിൽ ദഹിച്ചു പോം ശാപം. അനങ്കനാകുന്നൊരു ശാപമോക്ഷം. ഹൃദയത്തിൽ അങ്കുരിച്ചൊരനുരാഗത്തെ അത്രിക്കു നൽകി ചതുരാനനൻ. സ്വപതിയാം അനസൂയക്കേകി ആ പ്രണയം ഘനീഭവിച്ചുടൻ പ്രണയമോടെ ചന്ദ്രനായി. പ്രണയത്തിനധിപനായി മാറി മനസ്സിനധിപനാം ചന്ദ്രൻ.
കിമവൽ പാർശ്വേ തപ താവസിയാം ശിവ ഹരനൈവളിൽ അനുരാഗിയാക്കുവാൻ കരിമ്പിൻ വില്ലെടുത്തു കാമൻ ഹൃദിയെയ്തു സമ്മോഹനാസ്ത്രം ഒരു മാത്ര ഇളകി ഹരമാനസം ദേവോക്തിയെത്തും മുൻപേ എരിഞ്ഞു കാമൻ. അല്ലയോ രതിദേവി, നിന്റെ വിലാപം മതിയാക്കൂ. നിന്റെ കാമദേവൻ ഉടൻ പുനർജനിക്കും. വാഹനമിവനു സുഖം സഹനായി സന്തത സഹചാരിയായി വസന്തം കരിമ്പുവില്ലു വണ്ടൊളി ഞാഞ്ഞൊലി അരവിന്ദാദികളഞ്ചമ്പുകൾ ശാകുന്തളത്തിലെ മുനി കന്യക പാർത്ഥനിൽ അനുരാഗിണി ഉർവശി ഓരോ മനസ്സിലും പ്രണയം വിരിക്കും രതിയുടെ ശൃംഗാരയാമങ്ങൾ. ഏത് മന്മഥ നടനം, മന്മഥ നടനോ ആനന്ദനം തന്തനാനന്ദനം 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 തന്തനായ ആനന്ദനം 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 ആനന്ദനം. പ്രണയം മാംസനിബദ്ധമായിന്നും വിഫലമാം പ്രണയം പകയായി ഹൃദയം വിമലീകരിക്കുന്ന പ്രണയം ഇന്നൊരു കിട്ടാക്കനിയായി, ഇന്നൊരു കിട്ടാക്കനിയായി. അരുതായ്മയിലൂടെ അന്തരംഗങ്ങളിൽ വിത്തു വിളഞ്ഞൊരു വിഷവൃക്ഷമായി കാമദേവൻ അരങ്ങൊഴിയുന്നുവോ ഇന്നു കാമാസുരൻ തന്റെ വിളയാട്ടമോ, കാമാസുരൻ തന്റെ വിളയാട്ടമോ. ഇന്നും കാമാസുരൻ തന്റെ വിളയാട്ടമോ. ആ എത്തിയാ? ഞാൻ കരുതി നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെയൊന്നുമില്ല. എടാ, നീ എന്നോട് സിൻസിയർ അല്ലേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? യു ആർ മൈ ബേബ്.
നിങ്ങളെന്നെ അടിച്ചൂലേ? നിങ്ങളെന്നെ അടിച്ചൂലേ? പറയൂ മാം. തൻവി, അതെ, എന്താ മാം? എന്താ പ്രശ്നം? മിസ്സിങ്ങോ? ഞാൻ നോക്കാം. ഓക്കെ മാം. തൻവി, ഞാൻ എന്ത് ചെയ്യണം? ആരോടാ? അവൾക്ക് എന്തെങ്കിലും അപകടം? ടീച്ചറെ, തൻവി, എന്റെ തനു എവിടെ? ടീച്ചറെ, എന്റെ മോളെ കാണാതെ ഞാൻ. നിങ്ങളിവിടെ എന്തെടുക്കായിരുന്നു? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ടീച്ചറെ, എത്രയും പെട്ടെന്ന് കൊച്ചിനെ കണ്ടുപിടിച്ച ടീച്ചർക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അതെ, ഇതങ്ങനെ വെറുതെ തീരുന്ന പ്രശ്നമല്ലാട്ടാ. ഇങ്ങനെ നിന്ന് കളയാൻ നമുക്ക് സമയമില്ല. വാ, നമുക്ക് സ്റ്റേഷനിൽ അറിയിക്കാം. ടീച്ചറെ, ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾക്ക് കൂടിയല്ലേ നാണക്കേട്? ആന്നേ, ബാക്കിയുള്ളവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കാൻ. വലിയ അളവ് നോക്കിയതല്ലേ, അപ്പൊ അങ്ങനെ തന്നെ വേണം. ഓ, നമുക്കൊന്നുമില്ലാത്ത സ്നേഹമുള്ള പിള്ളേരോട് അനുഭവിക്കട്ടെ. അതെ, എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ടീച്ചർ എന്തായാലും വേഗം കൊച്ചിനെ കണ്ടുപിടിക്കാൻ നോക്കൂട്ടാ.
ലോകത്തിനു വേണ്ടി പ്രപഞ്ചനാഥനു വേണ്ടി പ്രപഞ്ചനാഥനു വേണ്ടി നേടാനില്ലാതെ നഷ്ടപ്പെടാനില്ലാതെ മെഴുതിരിയുരുകുന്നു ജീവൻ സമർപ്പണം ചെയ്യുന്നു ഞാനുമിന്നാഥനു വേണ്ടി. ഞാൻ ഒറ്റയ്ക്കായോ നിഴല് പോലെ കൂടെ നടന്ന നീയും എന്റെ കൈകൾ വിശുദ്ധം എന്റെ ഹൃദയം വിശ്വസ്തം പുരട്ടുന്ന തൈലമിൻ സ്നേഹം തന്മേ മുറിവിൽ പകരും മരുന്ന്. ഹൃദയ, വേണ്ട, എന്നെ വിളിക്കണ്ട. എന്തിനാ ഇപ്പൊ വന്നേ? എനിക്ക് കാണണ്ട, നിന്നെ എനിക്ക് കാണണ്ട. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കായപ്പോ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചു എന്നറിയോ? കൂടെ നിൽക്കാനോ ചേർത്ത് പിടിക്കാനോ നീ വന്നോ? ഇല്ല, വിശ്വസിച്ച ഞാൻ മണ്ടി, വെറും മണ്ടി. ഞാൻ നിനക്ക് ആരുമല്ലല്ലോ. മതിയായി, എനിക്ക് മതിയായി. ഹൃദയ, ഇങ്ങോട്ട് നോക്കൂ. ഇതാ ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്ക് നിന്നെ കാണണ്ട. ഇവളെയും നിനക്ക് വേണ്ട?
ഇത്? ഞാൻ എത്ര തവണ പറഞ്ഞു നിന്നോട്? സോറി, ഞാൻ തെറ്റുപറ്റിപ്പോയി. ടീച്ചർ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ടീച്ചറിന്റെ സ്നേഹത്തെ പോലെ ഞാൻ മറന്നു. കുഞ്ഞെ, ജീവിതത്തിന്റെ വഴിയില് നീ പലപ്പോഴും വീഴും. നീ പഠിക്കുമ്പോൾ വീഴും, നീ സ്നേഹിക്കുമ്പോൾ വീഴും, നീ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഉറപ്പായിട്ടും വീഴും. എഴുന്നേക്കണമല്ലോ. എഴുന്നേറ്റ് മുമ്പോട്ട് പോകണമെങ്കിൽ ആദ്യം പ്രശ്നത്തിൽ നിന്ന് നോട്ടം മാറ്റി മുമ്പിൽ തുറന്നു കിടക്കുന്ന വിശാല ലോകത്തേക്ക് കാഴ്ചകളെ തിരിക്കണം. അവിടെ കാണുന്ന അനന്ത സാധ്യതകളിലേക്ക് ലക്ഷ്യം വെച്ചാൽ നിന്റെ മുഖം വിടരും, പുഞ്ചിരി വരും, മനസ്സിൽ ആനന്ദം നിറയും. മോളെ തനു, എവിടെയായിരുന്നു നീ? എന്താ പറ്റിയേ? നീ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര അന്വേഷിച്ചോന്നറിയോ നിന്നെ? നിന്നെ കാണാതായ നിമിഷം മുതൽ ഞാൻ എത്ര ഒരുങ്ങിയെന്നറിയോ? ഇനി മോളെങ്ങനെ ഒന്നും ചെയ്യരുത്. ടീച്ചറെ, ഞാൻ എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് ഒറ്റപ്പെട്ടു എന്ന് ഞാൻ കരുതിയപ്പോഴും എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് നീ ഒരുക്കുകയായിരുന്നല്ലേ. ഇനി എനിക്ക് ഉറപ്പുണ്ട് നീ എപ്പോഴും കൂടെയുണ്ടെന്ന്. ഞാൻ നിന്നെ എപ്പോഴും കാണുന്നുണ്ട്. നീയാണ് എന്നെ കാണാത്തത്. അല്പസമയത്തിനു മുമ്പ് വേദിയിൽ സമാപിച്ച ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തിനായി ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ സാദരം ക്ഷണിക്കുന്നു. റിസൾട്ട് പറയാൻ പോണോ? ഈ വേദിയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന്റെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. പങ്കെടുത്ത 22 ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഉയർന്ന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോഡ് നമ്പർ 11. മുത്തശ്ശ, ഞങ്ങൾക്ക് എ ഗ്രേഡ് ഉണ്ട്. അപ്പോ ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കുമെന്നോ എന്തൊക്കെയോ കേട്ട പോലെ. കളിയാക്കല്ലേ മുത്തശ്ശ. പല വേദികളിലും 1-ാം സ്ഥാനം ലഭിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെയും 1-ാം സ്ഥാനം പ്രതീക്ഷിച്ചു. ഇനിയും ഞങ്ങൾ എങ്ങനെയാ വാശി പിടിക്കുക മുത്തശ്ശന്റെ ഈ കഥയൊക്കെ കേട്ടിട്ട്? അതെ മക്കളെ, പരാജയത്തെ അഭിമുഖീകരിക്കുന്ന രീതിയാണ് ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് വെറും കഥയല്ല, ജീവിതമാണ്. ഞാൻ നേരിൽ കണ്ട ജീവിതം. അപ്പൊ തൻവി, ഹൃദയ, റോയിച്ചൻ അവരൊക്കെ? അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? ഞാൻ പറയുമ്പോൾ അത് ചില പ്രതീകങ്ങളിലൂടെ ഒക്കെ ആയിപ്പോകും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ? തൻവി, ആ തൻവി. ഇനി ഹൃദയ ആരാണെന്നായിരിക്കുമല്ലേ? നിങ്ങളെ ഹൃദയത്തിലേറ്റിയവൾ മറ്റാരാണ്? അങ്ങനെ 100 വർഷങ്ങൾക്ക് മുമ്പ് അൽബർത്തമ്മയ്ക്ക് ലഭിച്ച ആ കുഞ്ഞു ഹൃദയയാണ് മക്കളെ നമ്മുടെ ഈ തിരുഹൃദയ വിദ്യാലയം. ആ ഹൃദയക്കുഞ്ഞിന്റെ ശൈശവത്തിലും ബാല്യത്തിലും കൈപിടിച്ച് നടത്തിയ ആ ധീരസമർപ്പിതയാണ് അൽബർത്തമ്മ.
പിന്നെ അവൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അവളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അവളുടെ കൈ പിടിച്ചവൻ, അവൾക്ക് നിഴലായവൻ, അവൾക്ക് കരുത്തായവൻ റോയിച്ചൻ. എൽറോയ്. ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. നദീതടത്തിലെ വൃക്ഷം പോലെ ഞാൻ പുഷ്ടി പ്രാപിച്ചു. എന്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മഹത്വവും മനോഹാരിതയും നിറഞ്ഞ ഏവർക്കും നന്മയുടെ സുഗന്ധം പരത്തുന്ന SH വിദ്യാലയം തിരുഹൃദയനാഥന്റെ അദൃശ്യകരങ്ങളിൽ എന്നും ഇന്നും സുരക്ഷിതയാണ്. പ്രളയവും പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധവും പകർച്ചവ്യാധികളും തുടങ്ങി ഏത് സംഘർഷങ്ങളെയും സാധ്യതകളായി കാണാൻ മാത്രം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന, ജീവിതാനുഭവങ്ങളെ ദൈവപരിപാലനയുടെ വിസ്മയക്കാഴ്ചകളായി കാണാൻ തലമുറകളെ പഠിപ്പിച്ച മൺമറഞ്ഞുപോയ സഭാധികാരികൾ, പാവന സ്മരണയ്ക്കു മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കട്ടെ. അന്ന് കൊളുത്തിയ തിരുനാളം കെടാതെ സൂക്ഷിക്കാൻ അഹോരാത്രം അധ്വാനിച്ച പൂർവികർ ഇന്നും കർമ്മോത്സുകതയോടെ SHനെ നെഞ്ചിലേറ്റി ആത്മസമർപ്പണത്തോടെ തിരുഹൃദയത്തിൽ ശരണം വെച്ച് മുന്നേറുന്ന സുമനസ്സുകൾക്കൊപ്പം ഈ പൊൻപ്രഭ ലോകമെങ്ങും ഇനിയും പടർന്ന് പ്രശോഭിക്കട്ടെ. അനേകം തലമുറകൾക്ക് ഈ തിരുഹൃദയ വിദ്യാലയം പ്രതീക്ഷയുടെ പൊൻപുലരിയാകട്ടെ. ജനുവരി 13 ഈ സന്ധ്യാസമയത്ത് ആരോട് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല.
നിറയെ നന്ദി മാത്രം. അത് ആരോട് പറയണമെന്നും എങ്ങനെ പറയണമെന്നും എങ്ങനെയൊക്കെ പറഞ്ഞു തീർക്കണമെന്നും വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ട് എല്ലാവരോടും ഓരോരുത്തരോടും നന്ദി മാത്രം പറയുകയാണ്. ഒരാഴ്ചയായി ഈ വിദ്യാലയത്തിൽ നീണ്ടു നിന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പരിപാടികളോടും സഹകരിച്ച ഒത്തിരി പേരുണ്ട്. എടുത്തു പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ്. ഒരു കൊല്ലമായിട്ട് 2024 ജനുവരി 11 മുതൽ നീണ്ടു നിന്ന ഈ ഒരു വർഷത്തെ എല്ലാ പരിപാടികളോടും, പ്രത്യേകിച്ച് ഒരാഴ്ചത്തെ അതിലും ഉപരി ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ പരിപാടികളിലും ആദ്യന്തം സഹകരിച്ച എല്ലാവരോടും നന്ദി മാത്രം. താങ്ക് യു.